രാജേന്ദ്രൻ മറ്റേ ഇന്നലെ BJP-ക്കാരോട് ചർച്ചയൊക്കെ നടത്തി. എനിക്കറിയത്തില്ല അതേപ്പറ്റി. നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്. രാജേന്ദ്രൻ BJP പോകുന്നൊന്നും ഞാനിട്ട് കരുതുന്നുമില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടത്. അങ്ങനെ പോകുമെന്ന് കരുതുന്നില്ല. പിന്നെ ആരെങ്കിലും കണ്ടു പറഞ്ഞു. ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവ് എന്നെ നെമ്മമണിയെ കണ്ടു എന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പോയി എന്നർത്ഥമുണ്ടോ? ഇനി ആരെങ്കിലും പോവുകയോ കാണുകയോ ചെയ്ത് കാണുമായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. അയാൾ പാർട്ടി വിട്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ബാക്കി നമുക്ക് പിന്നാലെ പാക്കലാം. വലിയൊരു നേതാവിൻ്റെ അടുത്ത് പോയാണല്ലോ ചർച്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ആരെല്ലാം കാണുന്നു. പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് ചർച്ച നടത്താറുണ്ടല്ലോ, കാണാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസിൽ പോയിന്നാ അതില്ല. അയാൾ ഇന്ന് അത് ഇപ്പം എങ്ങാണ്ട് വാർത്ത വന്നിട്ടുണ്ടോന്നു. അയാളെ കാണാൻ പോയത് ബന്ധുവിൻ്റെ ബന്ധം കൊണ്ട് പോയതാണ്. അത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊന്നും പറഞ്ഞൊരു ന്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് പുള്ളിയോട് ചോദിച്ചേ. അയാൾ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് പറഞ്ഞത് തന്നെയാണ്. ഒന്നുമില്ല. അയാൾ MP ആയി കഴിഞ്ഞ 5 വർഷം ഒരു ചുക്കും ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ എന്തേലും MP എന്ന നിലയിൽ ചെയ്തിരിക്കുന്നത് ജോയ്സ് ജോർജ് മാത്രമാണ്. പിന്നെ MN ലോറൻസ് ആയിരുന്നു. ബാക്കി PJ കുര്യൻ അടക്കമുള്ളവർ പോയി ചെയ്തത് എന്താണെന്നറിയാമല്ലോ. നമ്മൾ ചർച്ച ചെയ്തതല്ലേ. പോയവൻ പിന്നെ പാലാ KM മാത്യു, PJ കുര്യൻ, ആരെല്ലാം പോയി കോൺഗ്രസിൻ്റെ ഇവിടുന്ന് എന്തെങ്കിലും ഒരു 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 കരിയില അനക്കുന്ന പണി ഇവിടെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ചില കടുത്ത ഭാഷയെ പ്രയോഗിക്കേണ്ടി വരും. അത് പോട്ടെ, അത് പോയി. ഇനിയിപ്പോൾ ഇനി ഞാനത് പറയണോ? നിങ്ങളുടെ ഒരുമാതിരി സൂക്കട്ട് എനിക്കറിയാം. അവിടെ നിങ്ങൾ പരിപാടി വേണ്ട. രാജേന്ദ്രൻ പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കരുതുന്നില്ല. രാജേന്ദ്രൻ പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്ന എൻ്റെ പ്രതീക്ഷ അതാണ്. സംസാരിച്ചായിരുന്നല്ലോ. ഞാനും ജില്ലാ സെക്രട്ടറിയും ജയചന്ദ്രനും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺവെൻഷനിലൊക്കെ പങ്കെടുത്തല്ലോ. അതിപ്പം ബന്ധുവിൻ്റെ നിർബന്ധം കൊണ്ട് അങ്ങനെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുള്ളി പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, എൻ്റെ കൂടെയുള്ളവരാ പറഞ്ഞു. അതുകൊണ്ട് രാജേന്ദ്രൻ പോകുന്നത് ഒരു കാരണവശാലും ഞാൻ കരുതുന്നില്ല. രാജേന്ദ്രൻ പാർട്ടിയുടെ ഭാഗമായി കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, 15 വർഷം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത്തരം ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിക്കുക, അതെല്ലാം ചെയ്യുകയും ചെയ്തതാണ്. അയാളുടെ ജീവിതകാലം മുഴുവൻ എനിക്ക് ജീവിതമാർഗവും പാർട്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പെൻഷൻ കിട്ടും ജീവിക്കാനുള്ളത്. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ കരുതുന്നത് ഞങ്ങൾ സംസാരിച്ച കൺവെൻഷനിലൊക്കെ വന്നിരുന്നല്ലോ. അയാളെ സജീവമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറിച്ചൊന്നും ഒരു ചിന്തയും ഇപ്പം നമുക്കില്ല.